ഇന്ന് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു റമദാൻ കലണ്ടർ ചെയ്തെടുത്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പെൻസിൽ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാ ഈ ഒരു ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ലൈറ്റ് കളറായിട്ടുള്ള ഏതെങ്കിലും കളർ പേപ്പർ എടുത്താൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെറിയൊരു കലണ്ടറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ കളർ പേപ്പർ എടുക്കുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് ഈ കളർ പേപ്പറിന്റെ മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ദാ നല്ല വൃത്തിക്ക് നമ്മൾ ഈ കാർഡ്ബോർഡിന്റെ മുകളിൽ ഈ കളർ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പെൻസിൽ വെച്ചിട്ട് നമ്മൾ 1 മുതൽ 30 വരെ ഇതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കുകയാണ്. പെൻസിൽ വെച്ചിട്ട് 30 വരെ ഫുള്ളായിട്ട് എഴുതി കൊടുത്തതിന് ശേഷം ഞാനിവിടെ CD മാർക്കർ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഹൈലൈറ്റ് ആക്കി കൊടുക്കുന്നത്. ഈ ഒരു പോർഷന് ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ നമുക്കൊരു ബോ ഉണ്ടാക്കിയെടുക്കാം. ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഹാഫ് ആക്കിയിട്ട് മടക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സെന്ററിൽ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഭാഗത്തുനിന്നും ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ബോ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ഹാഫ് മൂൺ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സീക്വൻസ് എടുത്തിട്ട് ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ബോ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ബാക്കിൽ സ്റ്റാൻഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഹാഫ് മൂണിൻ്റെ ബാക്കിൽ ഒരു സൂചി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ദിവസത്തിൻ്റെ മുകളിലും നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള നമ്മുടെ റമദാൻ കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.